സോറി ക്ലയൻസ്, കുളിച്ച് ഫ്രഷ് ആകാൻ കുറച്ച് സമയം എടുത്തു അല്ലേ? അല്ല, നിങ്ങള് ശശാങ്ക വക്കീലിനെ കാണാനല്ലേ വന്നത്? അല്ലടോ? ആ അതെ. ആ എന്നാ കണ്ടോ, ഞാൻ തന്നെ ആ ഉരുപ്പടി. അപ്പൊ തോട്ടക്കാരന് വീട്ടുകാരന് സ്വന്തം ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ലേ? എവിടെയെങ്കിലും തോട്ടക്കാരനായിട്ട് ഒരു ജോലി കിട്ടിയാൽ ഈ പരിപാടി അവസാനിപ്പിച്ച് അങ്ങോട്ട് പോകാനിരിക്കുക ഞാൻ. അപ്പോ നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം. ഇങ്ങോട്ട് മാറി നിൽക്കണോ? മാറി നിൽക്കാൻ. പറയൂ, എന്തു കുറ്റം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ കാണാൻ വന്നിരിക്കുന്നത്? അത് ഞാൻ ദൈവത്തോട് ചോദിക്കേണ്ട ചോദ്യാ. എന്ത് തെറ്റ് ചെയ്തിട്ട് ദൈവമേ ഇങ്ങനെ ഒരാളുടെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവന്നേന്ന്? Shut your bloody mouth! വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണ്ടേ? ഒരു വക്കീലിനെ കാണാൻ വരുന്ന കക്ഷികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നേ? ഞാൻ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങൾ എന്നെ കാണാൻ വന്നത്? എന്നെ തേടി എന്റെ വീട്ടിൽ വരുന്നവര് എന്റെ കണ്ടീഷനൊക്കെ അംഗീകരിച്ചിരിക്കണം. അല്ലാത്തവരിങ്ങോട്ട് വരണ്ടെന്നേ. ദേവി വാ, നമുക്ക് പോകുന്നൊക്കെ കൊള്ളാം. ഈ വക്കീൽ കൊട്ടും പാന്റും ഷർട്ടും ഒക്കെ തേച്ച വകയിൽ 36 രൂപ തന്നിട്ട് പോയാ മതി. ദേവി നന്ദു, ഞാൻ സംസാരിക്കാം. എന്നാ പിന്നെ പെങ്ങള് പറ. സർ, എസ്തപ്പാൻ എന്ന് പറയുന്ന ആള് പറഞ്ഞിട്ട് വന്നത് ഞങ്ങള്. അത് പറ. എസ്തപ്പാൻ, മറ്റേ ആ ഗുണ്ട. കുഞ്ഞെ, ഗുണ്ടകള് പറയുന്നൊന്നും ചാടിക്കറി വിശ്വസിക്കല്ലേ. മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രത്തിനെ അറിയാലോ? അറിയാം. ബലരാമനെ കൊന്ന കക്ഷിയല്ലേ? അറിയാതിരിക്കാൻ പറ്റുവോ? വലിയ പുള്ളിയല്ലേ? താൻ ഇവിടുത്തെ വക്കീലാണോ? ദേ, കാണുന്നവരൊക്കെ ഈ ചോദ്യം ചോദിക്കാതെ ഇതുവരെ ഇവിടുന്ന് പോയിട്ടില്ല. ബൈ ദ ബൈ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? വാട്ട് യു വോണ്ട്? സർ, സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ മകനാ നന്ദൻ. ഞാൻ മരുമകൾ ദേവിക. കണ്ടതിൽ വളരെ സന്തോഷം. എന്നാ പിന്നെ 36 രൂപ വെച്ചിട്ട് ചെല്ല്. അദ്ദേഹത്തിന്റെ കേസിനെ കുറിച്ച് സംസാരിക്കാനാ ഞങ്ങൾ വന്നത്. ദേ, ഉള്ളത് പറയാമല്ലോ. എനിക്ക് ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ കാലേന്ന് ചൊറിഞ്ഞു തുടങ്ങും. പറയുന്ന വാക്കിന് വ്യവസ്ഥയില്ല, ചെയ്യുന്ന പ്രവൃത്തിക്ക് വ്യക്തതയില്ല. ഒരു വെള്ളയിട്ട് അങ്ങ് ഇറങ്ങിക്കോളൂ. എന്താ രാഷ്ട്രീയക്കാരെ പറഞ്ഞപ്പോ പൊള്ളിയോ? തനിക്ക് ജോലി എന്താടോ? എന്താ കുഞ്ഞേ ജോലി? ജോലിയൊന്നും ആയിട്ടില്ല. എന്റെ ഊഹം എത്ര കറക്റ്റാ. രാഷ്ട്രീയക്കാരുടെ മക്കൾക്ക് ജോലിയുടെ ആവശ്യമില്ല. അവരിങ്ങനെ തെണ്ടി കറങ്ങി നടക്കും. പല ബിസിനസ്സുകാരെയും ചാക്കിടും. രാഷ്ട്രീയക്കാരുടെ മക്കളാകുമ്പോ കമ്പനി കൂടാൻ ആളെ എളുപ്പം കിട്ടുമല്ലോ. അവരുടെ ഇന്ന് കമ്മീഷനൊക്കെ അടിച്ച് വിലസി നടക്ക. അല്ല, സാർ കേസ് വാദിക്കാനാണോ ഇരിക്കുന്നേ? അതോ വരുന്ന കക്ഷികളെ ആക്ഷേപിക്കാനോ? ഇത്രയും നേരം സഹിച്ചു, ഇനി സഹിക്കാൻ പറ്റില്ല. സഹിക്കാൻ പറ്റിയല്ലെങ്കിലേ ശശാങ്ക വക്കീലിന് തൃണം. ഒരു കേസ്. താൻ കേസ് വാദിക്കണ്ടോ? തേപ്പ് കൂലി 36 വെച്ചിട്ട് പൊക്കോ. 50 രൂപയുണ്ട്, ബാക്കി താൻ വെച്ചോ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ബാക്കി 14 രൂപ ഞാൻ ഇപ്പൊ തരാം. അത് വാങ്ങിക്കാതെ പോയാൽ സിദ്ധാർത്ഥൻ ചന്ദ്രത്തിനെതിരെ ഞാൻ പരാതി കൊടുക്കും. ഇവിടെ നിൽക്കാൻ, ബാക്കി ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഓ, എന്തൊരു ചൂടായത്. ദേവി നീ വന്നേ, നമുക്ക് പോവാം. വാ.